അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിൽ നവംബർ 25-ന് ധ്വജാരോഹണം നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, RSS സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് തുടങ്ങി വിവിധ മേഖലകളിലെ പ്രമുഖർ പങ്കെടുക്കും. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടാണ് അയോധ്യ ശ്രീരാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായത്. അടിമത്തത്തിന്റെ 500 ആണ്ടുകൾക്ക് വിരാമം. ആത്മാഭിമാനം വീണ്ടെടുക്കുകയാണ് അയോധ്യ. ശ്രീരാമ ജന്മഭൂമിയിൽ ധ്വജാരോഹണത്തിന്റെ കാഹളം മുഴങ്ങിക്കഴിഞ്ഞു. നിലയ്ക്കാത്ത പോരാട്ടങ്ങൾ, ലക്ഷങ്ങളുടെ ജീവത്യാഗം, സ്വാതന്ത്ര്യാനന്തരവും നടന്ന നിയമ പോരാട്ടങ്ങൾ, ഒടുവിൽ പണി പൂർത്തിയായ ജന്മഭൂമിയിലെ രാമക്ഷേത്രത്തിൽ ധ്വജാരോഹണം. സരയൂ തീർത്ഥവുമായി ജന്മഭൂമിയിലേക്ക് പതിനായിരങ്ങൾ അണിനിരന്ന കലശയാത്രയിലൂടെയാണ് പൂജാ ചടങ്ങുകൾക്ക് തുടക്കമായത്. 161 അടി ഉയരമുള്ള ക്ഷേത്രത്തിന്റെ പ്രധാന ഗോപുരത്തിൽ ഉയർത്താനുള്ള കൊടി തയ്യാറായി കഴിഞ്ഞു. ഗോപുരമുകളിൽ 30 അടി നീളമുള്ള പ്രത്യേക പതാകത്തൂൺ സ്ഥാപിച്ചു. കാവി നിറത്തിലുള്ള പതാകയിൽ സൂര്യനെയും ഓമും കൊവിതാരാവൃക്ഷത്തിന്റെ ചിത്രവും ആലേഖനം ചെയ്തിട്ടുണ്ട്. അയോധ്യയുടെ പാരമ്പര്യത്തെയും സൂര്യവംശത്തെയും രാമായണത്തിന്റെ ആത്മീയ പ്രതീകങ്ങളെയും ബന്ധിപ്പിക്കുന്ന മനോഹരമായ ഭഗവ പതാക. കലശയാത്രയോടെ ഉത്സവ ലഹരിയിലാണ് രാമജന്മഭൂമി. ഇനി പ്രധാനമന്ത്രിയുടെ വരവിനായുള്ള കാത്തിരിപ്പ്. ആ പുണ്യദിനം നവംബർ 25-നാണ്. നവംബർ 25-ന് അയോധ്യയിലെ പ്രസിദ്ധമായ 12 ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ശോഭായാത്രകൾ രാം ജന്മഭൂമിയിൽ സംഗമിക്കും. രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി അയോധ്യയിൽ എത്തിച്ചേരും. ഹനുമാൻഗഡി ക്ഷേത്ര ദർശനവും രാംലല ദർശനത്തിനുമൊടുവിൽ 11:58 മുതൽ 1 മണിവരെ നീളുന്ന ശുഭമുഹൂർത്തത്തിൽ ധ്വജാരോഹണം. പതാക ഉയരുന്നയുടൻ അയോധ്യയിലെ ക്ഷേത്രങ്ങളിലും ആശ്രമങ്ങളിലും വീടുകളിലും മണിനാദം മുഴങ്ങും. ക്ഷേത്ര നിർമ്മാണത്തിൽ പങ്കാളികളായ എഞ്ചിനീയർമാരുമായും തൊഴിലാളികളുമായും കൂടിക്കാഴ്ച നടത്തുന്ന പ്രധാനമന്ത്രി 3 മണിക്കൂറിലധികം അയോധ്യയിൽ ചെലവഴിക്കും. RSS സർസംഘചാലക് മോഹൻ ഭാഗവത്, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, അമിതാഭ് ബച്ചൻ അടക്കമുള്ള ബോളിവുഡ് സിനിമാ താരങ്ങൾ, സച്ചിൻ ടെണ്ടുൽക്കർ, MS ധോണി ഉൾപ്പെടെയുള്ള കായിക താരങ്ങൾ തുടങ്ങിയവരും വിശിഷ്ടാതിഥികളാണ്. ഏറെ പ്രത്യേകതകൾ ഉള്ളതാണ് രാമക്ഷേത്ര ഗോപുരത്തിൽ ഉയർത്തുന്ന ഭഗവ പതാക. അഹമ്മദാബാദിലെ അതിനിപുണരായ ഡിസൈനർമാരാണ് പതാക തയ്യാറാക്കിയത്. സൂര്യപ്രകാശം, മഴ, ശക്തമായ കാറ്റ് എന്നിവയെ ചെറുക്കുന്ന പാരച്യൂട്ട് ഗ്രേഡ് നൈലോൺ തുണിയാണ് നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. 2.5 കിലോഗ്രാം ഭാരം വരുന്ന പതാകയുടെ ആയുസ് 3 വർഷമാണ്. കാൺപൂരിൽ നിന്നും എത്തിച്ച സ്റ്റെയിൻലെസ് സ്റ്റീൽ കോറുള്ള പുറത്തേക്ക് നൈലോൺ നൂലുകൾ കൊണ്ട് പൊതിഞ്ഞ കയറാണ് പതാക ഉയർത്താൻ ഉപയോഗിക്കുന്നത്. പതാക നിർമ്മിച്ച തുണിക്ക് 200 കിലോമീറ്റർ വരെ വേഗതയുള്ള കാറ്റിനെ അതിജീവിക്കാൻ കഴിയും. ക്ഷേത്ര ഗോപുരത്തിൽ സ്ഥാപിച്ചിട്ടുള്ള സാങ്കേതിക സംവിധാനം ഉപയോഗിച്ചാണ് പതാകയുടെ നിയന്ത്രണം. ഭാവിയിൽ പതാക മാറ്റുന്നതിനും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കും. അതിശക്തമായ സുരക്ഷാ സംവിധാനമാണ് ധ്വജാരോഹണ ചടങ്ങുകളുടെ ഭാഗമായി അയോധ്യ നഗരത്തിൽ ഒരുക്കിയിട്ടുള്ളത്. താമസം, ഭക്ഷണം, പ്രസാദ വിതരണം എല്ലാത്തിനും വ്യവസ്ഥകളായി കഴിഞ്ഞു. നവംബർ 26 മുതൽ പൊതുജനങ്ങൾക്ക് ദർശനത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അമൃതകാലത്ത് ഗതകാല പ്രൗഢി വീണ്ടെടുക്കുകയാണ് ഭാരതം. അടിമച്ചങ്ങലകൾ ഓരോന്നായി പൊട്ടിച്ചെറിയപ്പെടുന്നു. ജന്മഭൂമിയിൽ ഉയർന്നു പാറുന്ന ഭഗവ പതാക അതി ലോകത്തോട് വിളിച്ചു പറയും. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.